ഹലോ ഗീസ്, ഞാൻ വിഷ്ണുരാജ്. അപ്പം കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. എന്നെ പറ്റിച്ചതാണ്ട അവനെ ആയിട്ട് മീൻ മേടിക്കാനായിട്ട് വന്നതാണ്. അപ്പം മീനിൻ്റെ ഒരു ഫാമാണ്, അത് ഗപ്പിയൊക്കെ വളർത്തുന്ന ഒരു ഫാമാണ്. ആ ഫാം അറിയാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് വന്നതാണ്. ഇപ്പം ആകെ സ്ഥലമൊന്നും അറിയത്തില്ല. പിന്നെ ഞങ്ങൾ ഈ NTPC റോഡിലോട്ടിങ്ങ് പോകണം. ഇവിടെ നിന്ന് അവിടം വരെ കിടക്കുന്ന നീണ്ടു നിവർന്ന് കിടക്കുന്ന അടിപൊളി റോഡാണ്. NTPC റോഡിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ഞാൻ ലൈലാൻഡിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ ആയിരുന്നു നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് റൂട്ട്. അപ്പം ഒരുപാട് ദിവസം ഒരു 7-8 തവണയെങ്കിലും നമ്മളിവിടെ വരും, ടെസ്റ്റ് ഡ്രൈവ് എടുക്കും. കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നൊരു റൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതേപോലെ തന്നെ ഇതിൻ്റെ കിഴക്ക് വശത്തെ ഈ പാടമില്ലേ, പാടത്തിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ കരിപ്പുഴ ഭാഗങ്ങളൊക്കെയാണ്. അപ്പം ഈ ഒരു പാടത്തിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാ അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം ഇവിടെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഇവിടെ നമ്മുടെ വള്ളംകളിയൊക്കെ നടക്കുന്ന സമയത്ത് ഇവിടെ പ്രാക്ടീസ് ചെയ്യും. അത് വലിയ വള്ളം അല്ല, ചെറിയ വള്ളങ്ങളുടെ പ്രാക്ടീസൊക്കെ ഇവിടെ നടക്കാറുണ്ട്. അപ്പോൾ ആ ടൈമിലൊക്കെ ഇവിടെ വരുമ്പോൾ നല്ല രസമാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തുഴഞ്ഞു കിടക്കുന്നത് കാണാൻ. ഈ ഓണം കഴിയുമ്പോൾ തന്നെ അവർ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ തുടങ്ങും. അപ്പോഴാണല്ലോ നമ്മുടെ ടൂർണമെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് ഈ ഒരു ഭാഗമൊക്കെ കരിപ്പുഴ ഭാഗങ്ങളാണ്. ഇനിയും കാണിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ഭാഗങ്ങളൊക്കെ കരിപ്പുഴ ഭാഗങ്ങളാണ്. നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ജസ്റ്റ് ഇവൻ്റെ കൂടെ മീൻ മേടിക്കാനായിട്ട് വന്നതാണ്. അപ്പം ഇവൻ നല്ലൊരു പണി തന്ന് വഴി അറിയാതെ ഞങ്ങൾ പിന്നെ ഇങ്ങോട്ടിഞ്ഞ് പോകുന്നു. ഇവിടെ കട്ടൗട്ടറൊക്കെ ഉണ്ടല്ലോ, ആ കട്ടൗട്ടറും കാര്യങ്ങളും കാണാൻ വേണ്ടിയാണ് പിന്നെ ഇങ്ങോട്ടിഞ്ഞ് പോകുന്നത്. ദാ ഇത് മെസ്സിയുടെ, തൊട്ടപ്പുറത്ത് റൊണാൾഡോയുടെ ഉണ്ട്, കാണിച്ചു തരാം. വേണ്ട, അത് റൊണാൾഡോയുടെയാണ്. ഈ റോഡ് ഏകദേശം 1.5 കിലോമീറ്ററോളം ഉണ്ട് ഇങ്ങേ അറ്റം വരെ. അപ്പോൾ എൻ്റെ കൂടെ ഉത്താരിയാണ് വന്നിരിക്കുന്നത്. അവന് വഴിയൊന്നും അറിയത്തില്ല, അവൻ പറ്റിച്ചതാണ്. വഴി അറിയാമെന്ന് പറഞ്ഞ് എന്നുള്ളതാണ്. ഒരു 6 മണിക്കും 6:30ക്കും ഇടയ്ക്ക് പോകുന്ന ഒരു ജെറ്റാണ്. ഇപ്പോൾ സമയം 6 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരാൾ എൻജോയ് ചെയ്ത് നിൽക്കുകയാണ്. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഇനിയും ഒരിടത്തോട് പോകണം. ഞങ്ങളൊരു ഫാമിലി പോകാൻ വേണ്ടി വന്നതാണ്. അപ്പം ഇവന് വഴി അറിയത്തില്ല. ഇവന് വഴി അറിയാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് വന്നതാണ്. ലാസ്റ്റ് പെട്ടുപോയി. അപ്പം ഒരു പാലം ഉണ്ടെന്ന് പറഞ്ഞ് ഇനി മുട്ടം വരിഞ്ഞു വന്നു. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കട്ടൗട്ടറും കാര്യങ്ങളും കാണാമല്ലോ. കട്ടൗട്ടും ഉണ്ട്, മെസ്സിയുടെ ഉണ്ട്, റൊണാൾഡോയുടെ ഉണ്ട്. ഇത് മെസ്സിയുടെയാണ്, അപ്പുറത്ത് റൊണാൾഡോയുടെ ഉണ്ട്. അപ്പം അതും കൂടെ ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പം ഞങ്ങൾ ഏതായാലും ഫാമിലോട്ട് പോട്ടെ. ഫാമിൽ ചെന്നിട്ട് മീനെ മേടിക്കണം, ഗപ്പിയെ മേടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഞങ്ങൾ പിന്നെ ഒരു ഷോപ്പിൽ പോയായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ആൾ ചായ കുടിക്കാനൊക്കെ പോയി. അതുകൊണ്ട് തിരിച്ചിഞ്ഞ് പോന്നു. അപ്പം നമ്മൾ നേരെ ഫിഷ് ഫാമിലോട്ട് പോവാണ്. ഈ ഒരു വഴിയാണ് പോകുന്നത്. അപ്പം അവിടെ എത്തിയിട്ട് നമുക്ക് കാണിക്കാം. പോകുന്ന വഴിയൊക്കെ ഒന്ന് കാണിക്കാം, അടിപൊളിയാണ്. കയറി. അപ്പോൾ ഇതാണ് നമ്മുടെ NTPC റോഡ്. ഒരുപാട് റീൽസിലും കാര്യങ്ങളിലൊക്കെ കണ്ട് വൈറലായ ഒരു സ്ഥലമാണ്. പിന്നെ ചില സമയത്തൊക്കെ ഇവിടെ നല്ല ശല്യം ആണ്. കുറേ ആൾക്കാർ വന്ന് വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇപ്പുറത്തെ കിഴക്കേ സൈഡിൽ നിന്ന് കാണിച്ചു. ഈ കാണുന്ന പാടത്ത് നമുക്ക് ഓണമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വള്ളത്തിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളുണ്ട്. ചെറുവള്ളം കൊണ്ടുവന്നിട്ട് ഇവിടെ തുഴഞ്ഞ് പ്രാക്ടീസും കാര്യങ്ങളുണ്ട്. ആ ടൈമിൽ വരുമ്പോൾ നല്ല രസമാണ്, നല്ല ആവേശം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തുഴഞ്ഞ് കിടക്കുമ്പോൾ നമുക്ക് കണ്ടിരിക്കാൻ പ്രത്യേക രസമാണ്. ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റിലേക്കാണ് നമ്മൾ തിരിയുന്നത്. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ ചെല്ലുന്നത് പള്ളിപ്പാട് കണക്ട് ചെയ്യുന്ന ഒരു റോഡിലേക്കാണ്. ഇതാണ്ട് റൊണാൾഡോയുടെ കട്ടൗട്ട് കണ്ടോ. റൊണാൾഡോയുടെ ഇങ്ങേ അറ്റമാണ് വെച്ചിരിക്കുന്നത്. ഗൈസ്, പെട്രോൾ ഓണാക്കാൻ മറന്നുപോയി, അതുകൊണ്ട് വണ്ടി ഓഫായി. അപ്പം തൊട്ടപ്പുറത്ത് മെസ്സിയുടെ ഉണ്ട്. മെസ്സിയുടെ അർജന്റീനയുടെ പതാകയും കാര്യങ്ങളൊക്കെ കണ്ടത്തിന് നടുക്ക് കുത്തി വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ ചൂണ്ടയൊക്കെ ഇടാൻ വരുമായിരുന്നു, മറ്റേ റോഡും ട്രെയിനും കൊണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരിങ്ങനെ വലയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്, അതേപോലെ ചൂണ്ട ഇടുന്നുണ്ട്. പക്ഷേ ഒന്നും ആർക്കും കിട്ടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നമ്മുടെ ഇവിടെയൊക്കെ അങ്ങനെയല്ല. പോകുന്നവർക്കും വരുന്നവർക്കൊക്കെ ഇഷ്ടം പോലെ സാധനങ്ങൾ കിട്ടും.
നിൽക്കുന്നുണ്ട്. എനിക്കും നല്ല രീതിയിൽ നല്ല തായമൊക്കെ കിട്ടി വന്നതാണ്. അതാണ് NTPC റോഡ്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഫാമിലെത്തിയിട്ട് കാണിക്കാം ഗൈസ്. അപ്പം ഞങ്ങൾക്ക് പറഞ്ഞ പോലെ തന്നെ സ്ഥലവും ഒന്നും കണ്ടെത്താൻ പറ്റിയില്ല. ഇവന് വഴിയൊന്നും അറിയത്തില്ല. ഇനി വഴി അറിയാവുന്ന അനുത്തുഞ്ഞിനുമായിട്ട് വരണം, എന്നിട്ട് എടുക്കണം. ഇവിടുന്ന് ഞങ്ങൾ തൽക്കാലം നമ്മുടെ മീനിടാൻ വേണ്ടിയുള്ള കുറച്ച് പായലും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൊണ്ടൊന്ന് സെറ്റ് ചെയ്യണം. അപ്പം അത്രയൊക്കെ ഉള്ളൂ.